പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത് കറാഹത്ത് വരാതെ ലളിതമായി എങ്ങനെയാണ് തസ്ബീഹ് നിസ്കരിക്കുക എന്നതിനെ കുറിച്ചും തസ്ബീഹ് നിസ്കരിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെ കുറിച്ചുമാണ്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ, നമ്മളെ പ്രയാസങ്ങൾ അകറ്റി തരട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽഹംദുലില്ലാ പറഞ്ഞവരൊക്കെ ഒന്ന് കമന്റിൽ എഴുതി വിടുക, ആരൊക്കെയാണ് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ. എന്റെ പ്രിയമുള്ള മുത്തുമുഅ്മിനീങ്ങളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് നിങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വളരെയേറെ ശക്തിയേറിയ തസ്ബീഹ് നിസ്കാരത്തിനെ കുറിച്ചാണ്. കറാഹത്ത് വരാതെ ലളിതമായ രൂപത്തിൽ എങ്ങനെ തസ്ബീഹ് നിസ്കരിക്കാം, അതോടൊപ്പം തന്നെ തസ്ബീഹ് നിസ്കരിച്ചാൽ നമ്മൾക്ക് ലഭിക്കുന്ന പ്രതിഫലവും നമ്മൾക്ക് പഠിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തസ്ബീഹ് നിസ്കരിച്ചു കഴിഞ്ഞാൽ സർവ്വ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പ് നൽകുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ചെറുതായ പാപങ്ങള്, വലുതായ പാപങ്ങള്, അറിഞ്ഞുകൊണ്ട് ചെയ്ത പാപങ്ങള്, അറിയാതെ ചെയ്ത പാപങ്ങള്, മനഃപൂർവ്വം ചെയ്ത തെറ്റുകള്, മനഃപൂർവ്വമല്ലാതെ ചെയ്ത തെറ്റുകള്, ഇങ്ങനെ തുടങ്ങി 10ഓളം പാപങ്ങള് അള്ളാഹു പുറത്തു തരുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട്. കടലിന്റെ നുരയോളം തെറ്റുകുറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു കടലിൽ എത്രത്തോളം നുരയുണ്ടാകും? ആ നുരയോളം നമ്മൾ തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മളെ പാപങ്ങള് തസ്ബീഹ് നിസ്കാരം കൊണ്ട് അള്ളാഹു മാപ്പ് നൽകുന്നുണ്ട്. 300 തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം അള്ളാഹു നമ്മൾക്ക് നൽകും. കാരണം തസ്ബീഹ് നിസ്കാരത്തിൽ 300 തസ്ബീഹുകൾ നാം ചൊല്ലേണ്ടതുണ്ട്. അള്ളാഹുമായുള്ള പ്രത്യേകം അടുപ്പം സ്ഥാപിക്കാൻ തസ്ബീഹ് നിസ്കാരം നിലനിർത്തിയാൽ മതിയെന്ന് മഹത്തുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. സമാധാനം, ടെൻഷൻ, സന്തോഷം, റാഹത്തുള്ള ജീവിതം തസ്ബീഹ് നിസ്കാരം കൊണ്ട് നമ്മൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. പരലോകത്ത് പ്രത്യേക സംരക്ഷണം നമ്മൾക്ക് ലഭിക്കും. അവിടെയാണല്ലോ സംരക്ഷണം വേണ്ടത്, അവിടെയാണല്ലോ ഏറ്റവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ പരലോകത്ത് നമ്മൾക്ക് പ്രത്യേക സംരക്ഷണം നൽകും. തസ്ബീഹ് നിസ്കാരം പതിവാക്കി കഴിഞ്ഞാൽ ഖബറിൽ വെളിച്ചമാണ്. ഏറ്റവും കൂടുതൽ ഇരുട്ടുള്ളത് ഖബറിലാണ്. അവിടെ ബൾബില്ല, മറ്റുള്ള സൗകര്യങ്ങളൊന്നുമില്ല, കറണ്ട് സൗകര്യമില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ഇരുട്ടുള്ളത് ഖബറിലാണ്. ആ ഖബറിലുള്ള വെളിച്ചം തസ്ബീഹ് നിസ്കാരമാണെന്ന് മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം. അതുപോലെ തന്നെ തസ്ബീഹ് നിസ്കരിച്ച് ദുആ ചെയ്താൽ നമ്മളെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും തട്ടുകയില്ല. കാരണം 300 തസ്ബീഹ് ചൊല്ലിക്കൊണ്ടാണ് അള്ളാഹുവിലേക്ക് നമ്മൾ കരങ്ങളെ ഉയർത്തിയിട്ടുള്ളത്. മഹാന്മാര് പറയുന്നുണ്ട്, എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിക്കണം. എങ്ങനെ? എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിക്കുക. ഇനി എല്ലാ ദിവസവും തസ്ബീഹ് നിസ്കരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ എല്ലാ വെള്ളിയാഴ്ചകളിലും തസ്ബീഹ് നിസ്കരിക്കുക. എല്ലാ വെള്ളിയാഴ്ചയും തസ്ബീഹ് നിസ്കരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കൽ, 12 മാസങ്ങളുണ്ട്, അങ്ങനെ കൊല്ലത്തിൽ 12 തവണ ഓരോ മാസങ്ങളിലായി തസ്ബീഹ് നിസ്കരിക്കാൻ മഹാന്മാര് പറയുന്നുണ്ട്. ഇനി എല്ലാ മാസവും നിസ്കരിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ വർഷത്തിൽ 1 പ്രാവശ്യമെങ്കിലും മുഅ്മിനീങ്ങളെ തസ്ബീഹ് നിസ്കാരം നിലനിർത്തണേ. അതിനും പ്രയാസമാണ്. വർഷത്തിൽ 1 പ്രാവശ്യവും നിസ്കരിക്കാൻ പ്രയാസമാണെങ്കിൽ ആയുസ്സിൽ 1 പ്രാവശ്യമെങ്കിലും തസ്ബീഹ് നിസ്കരിക്കുക. തസ്ബീഹ് നിസ്കരിക്കാതെ ഒരിക്കലും മരണപ്പെട്ടു പോകരുതേ. അത്രയേറെ പോരിഷുണ്ട് തസ്ബീഹ് നിസ്കാരത്തിന്. എങ്ങനെയാണ് തസ്ബീഹ് നിസ്കരിക്കേണ്ടത് എന്ന് നമ്മൾക്കൊന്ന് പരിശോധിക്കാം. തസ്ബീഹ് നിസ്കാരത്തിൽ 300 തസ്ബീഹുകൾ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ നിസ്കാരത്തിന് തസ്ബീഹ് എന്ന പേര് വരാനുള്ള കാരണം. ഏതാണ് തസ്ബീഹ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. ഇത് 300 പ്രാവശ്യം വ്യത്യസ്ത തലങ്ങളിലായി ഈ നിസ്കാരത്തിൽ നമ്മൾ ചൊല്ലേണ്ടതുണ്ട്. എത്ര റക്അത്താണ് തസ്ബീഹ് നിസ്കാരം? 4 റക്അത്താണ്. എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്?
രാവിലെ പകലും നിസ്കരിക്കാം, രാത്രിയും നിസ്കരിക്കാം. കറാഹത്തായ ചില സമയങ്ങളുണ്ട്, അഥവാ സുബഹി നിസ്കാരത്തിന് ശേഷം, അസർ നിസ്കാരത്തിന് ശേഷം, സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, ഇങ്ങനെയുള്ള കറാഹത്തായ സമയങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കണം തസ്ബീഹ് നിസ്കരിക്കുന്ന സമയത്ത് എന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് റക്അത്തായിട്ടാണ് നിസ്കരിക്കേണ്ടത്. രാത്രി നിസ്കരിക്കുകയാണെങ്കിലും ഈ 2 റക്അത്തായിട്ട് നിസ്കരിക്കുക, പകല് നിസ്കരിക്കുകയാണെങ്കിലും ഈ 2 റക്അത്തായിട്ട് തസ്ബീഹ് നിസ്കരിക്കണമെന്ന് വലിയ ഫുഖഹാക്കൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. തസ്ബീഹ് നിസ്കാരത്തിന്റെ നിയ്യത്ത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പൊ 2 റക്അത്ത് നമ്മൾ തസ്ബീഹ് നിസ്കരിക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ നിയ്യത്ത് വെക്കുക. എങ്ങനെ? തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു, തക്ബീർ കെട്ടുക. അതിനുശേഷം വജ്ജഹത്ത് ഓതുക. വജ്ജഹത്ത് ഒരിക്കലും ഒഴിവാക്കരുത്. വജ്ജഹത്ത് പ്രത്യേക ശക്തിയായ സുന്നത്താണ്. വജ്ജഹത്ത് നിർബന്ധമാണ് എന്ന് പറഞ്ഞ മഹാന്മാരുണ്ട്. അതുകൊണ്ട് വജ്ജഹത്തു നിർബന്ധമായിട്ടും പാരായണം ചെയ്യുക. അതുപോലെ തന്നെ വജ്ജഹത്തു കഴിഞ്ഞാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പാരായണം ചെയ്യുക. അതിനുശേഷം ഫാത്തിഹ സൂറത്ത് ഓതുക. ഫാത്തിഹ സൂറത്ത് കഴിഞ്ഞാൽ 1-ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതേണ്ട സൂറത്ത് ഉസ്താദുമാര് പറയുന്നത് അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, ഈ സൂറത്താണ് പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ സൂറത്ത് ഓതി കഴിഞ്ഞാൽ 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയാ. കണക്ക് തെറ്റരുത്. ഫാത്തിഹയും സൂറത്തും ഓതിയതിനു ശേഷം 15 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതിനുശേഷം റുക്കൂയിലേക്ക് പോകുന്നു. റുക്കൂയിൽ ചൊല്ലേണ്ട തസ്ബീഹ് ദിക്ർ നമ്മൾ ചൊല്ലണം. സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി, സുബ്ഹാന റബ്ബിയൽ അലീം വബിഹംദി 3 പ്രാവശ്യം ചൊല്ലിയതിനു ശേഷം നമ്മൾ ചൊല്ലേണ്ട തസ്ബീഹ് ചൊല്ലണം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 10 പ്രാവശ്യമാണ് ചൊല്ലേണ്ടത്. ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞാൽ 15 പ്രാവശ്യം. റുക്കൂയിൽ ചൊല്ലേണ്ടത് 10 പ്രാവശ്യമാണ്. അങ്ങനെ റുക്കൂയിൽ നിന്ന് എണീറ്റ് ഇഅ്തിദാദിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയതിനു ശേഷം വീണ്ടും 10 തവണ ഈ തസ്ബീഹ് ചൊല്ലുക. അതിനുശേഷം സുജൂദിലേക്ക് പോകുക. സുജൂദിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയതിനു ശേഷം അവിടെ വെച്ചും 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. സുജൂദിൽ നിന്ന് എണീറ്റ് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയതിനു ശേഷം അവിടെ വെച്ചുകൊണ്ടും 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് ചൊല്ലുക. അതിനുശേഷം 2-ാമത്തെ റുക്കൂയിലേക്ക് പോകുക. അവിടെ വെച്ച് ചൊല്ലേണ്ട തസ്ബീഹ് ദിക്ർ ചൊല്ലിയതിനു ശേഷം 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 2-ാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് നിൽക്കാതെ അവിടെ ഇരിക്കുക. അതിന് ഇസ്തിറാത്തിന്റെ ഇരുത്തം എന്നാ പറയാ. അത് എല്ലാ നിസ്കാരങ്ങളിലും സുന്നത്താണ്. ആ ഇസ്തിറാത്തിന്റെ ഇരുത്തത്തിൽ 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന് പറയുക. അതിനുശേഷം അല്ലാഹു അക്ബർ എന്ന തക്ബീർ പറയാതെ 2-ാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് നിൽക്കുക. അങ്ങനെ ഫാത്തിഹ സൂറത്ത് ഓതുന്നു, പിന്നെയും സൂറത്ത് ഓതുന്നു. 2-ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, സൂറത്തുൽ അസ്ർ ആണ്. അങ്ങനെ സൂറത്ത് ഓതി നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തിന്റെ ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ 15 പ്രാവശ്യം, റുകൂഇൽ 10 പ്രാവശ്യം ചൊല്ലുക, ഇഅ്തിദാലിൽ 10 പ്രാവശ്യം ചൊല്ലുക. പിന്നെ സുജൂദിലേക്ക് പോകുന്നു, അവിടെ 10 പ്രാവശ്യം, സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിൽ 10 പ്രാവശ്യം, 2-ാമത്തെ സുജൂദ് 10 പ്രാവശ്യം. അതിനുശേഷം അത്തഹിയാത്തിന് വേണ്ടി ഇരിക്കുക. ഇവിടെ അത്തഹിയാത്തിന്റെ മുമ്പും ഈ തസ്ബീഹ് ചൊല്ലാം, അത്തഹിയാത്തും പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷവും ഈ തസ്ബീഹ് ചൊല്ലാവുന്നതാണ്. ഏറ്റവും നല്ലത് അത്തഹിയാത്ത് തുടങ്ങുന്നതിന്റെ മുമ്പ് 10 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ദിക്ർ ചൊല്ലുക. അതിനുശേഷം സലാം വീട്ടുക. എന്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ നിസ്കരിച്ചാൽ 2 റക്അത്ത് നമ്മൾ തസ്ബീഹ് നിസ്കരിച്ചു. ഇതേ രൂപത്തിലാണ് അടുത്ത 2 റക്അത്തും നമ്മൾ നിസ്കരിക്കേണ്ടത്. തസ്ബീഹ് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി കിബിലക്ക് മുന്നിട്ട് ഞാൻ നമസ്കരിക്കുന്നു എന്ന് ചൊല്ലുക. വജ്ജഹത്ത് ഓതുക, ഫാത്തിഹ ഓതുക, സൂറത്ത് ഓതുക. 3-ാമത്തെ റക്അത്തില് നമ്മൾ സൂറത്ത് ഓതേണ്ടത് മഹാന്മാര് പറയുന്നത് സൂറത്തുൽ കാഫിറൂനാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഈ സൂറത്താണ് 3-ാമത്തെ റക്അത്തിൽ നമ്മൾ ഓതേണ്ടത്. സൂറത്തിന്റെ ശേഷം 15 പ്രാവശ്യം. അതുപോലെ മറ്റുള്ള സമയത്തൊക്കെ റുക്കൂയിൽ 10, ഇഅ്തിദാലിൽ 10, അതുപോലെ സുജൂദിൽ 10, സുജൂദിന്റെ ഇടയിൽ ഇരുത്തത്തിൽ 10, അതുപോലെ 2-ാമത്തെ സുജൂദിൽ 10. പിന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് 2-ാമത്തെ റക്അത്തിലേക്ക് എണീക്കാതെ അവിടെ ഇരുന്നു കൊണ്ട് 10 പ്രാവശ്യം ചൊല്ലുക.
ചെല്ലുക, അല്ലാഹു അക്ബർ എന്ന് പറയാതെ രണ്ടാമത്തെ റക്അത്തിലേക്ക് എണീറ്റ് നിൽക്കുക, നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുക. ഇങ്ങനെ നിസ്കരിച്ചാൽ 4 റക്അത്ത് തസ്ബീഹ് നിസ്കാരമാകും. 4ാമത്തെ റക്അത്തിൽ നമ്മൾ സൂറത്ത് ഓതേണ്ടത് സൂറത്തുൽ ഇഖ്ലാസ് ആണ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ്, ഇങ്ങനെയാണ് തസ്ബീഹ് നിസ്കരിക്കേണ്ടത്. അപ്പൊ 1ാമത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്ത് സൂറത്തുൽ അൽഹാഖുമുത് തകാസുർ, 2ാമത്തെ റക്അത്തിൽ സൂറത്തുൽ അസ്ർ ആണ്, 3ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 4ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് ആണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായ രൂപത്തിൽ നല്ല നിലക്ക് അല്ലാഹു സ്വീകരിക്കുന്ന രൂപത്തിൽ തസ്ബീഹ് നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. ഈ പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഇനി തസ്ബീഹുകൾ മറന്നാൽ എന്താ ചെയ്യാ? തസ്ബീഹ് മറന്നാൽ നിസ്കാരം ശരിയാവോ? നിസ്കാരം ശരിയാവും. തസ്ബീഹ് നിസ്കാരത്തിന്റെ പുണ്യം ലഭിക്കോ? പുണ്യവും ലഭിക്കും. കരുതി കൂട്ടി നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. അതിനാണല്ലോ നമ്മൾ തസ്ബീഹ് നിസ്കരിക്കുന്നത്. മറന്നാൽ മഹാന്മാര് പറയുന്നു, ഫാത്തിഹയും സൂറത്തും കഴിഞ്ഞിട്ട് 15 പ്രാവശ്യം ചെല്ലേണ്ട തസ്ബീഹ് ഒരാൾ മറന്നു, റുക്കൂയിൽ അത് ഓർമ്മ വന്നാൽ ആ തസ്ബീഹ് നമുക്ക് റുക്കൂയിൽ ചെയ്യാവുന്നതാണ്. അപ്പൊ റുക്കൂയിൽ 25 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലിയാൽ മതി. എന്നാൽ റുക്കൂയിൽ മറന്ന തസ്ബീഹ് ഇഅ്തിദാലിൽ ചെല്ലാൻ പാടില്ല. കാരണം ഇഅ്തിദാലി എന്ന് പറയുന്നത് ചെറിയ ഒരു ഫർളാണ്, പെട്ടെന്ന് തീർക്കേണ്ട ഫർളായതുകൊണ്ട് റുക്കൂയിലെ തസ്ബീഹ് ഇഅ്തിദാലിൽ ചെല്ലാൻ പാടില്ല. അതുപോലെ തന്നെ സുജൂദിൽ മറന്ന തസ്ബീഹ് സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ ചെല്ലാൻ പാടില്ല. കാരണം സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം എന്ന് പറയുന്നത് പെട്ടെന്ന് തീർക്കേണ്ടതാ, കുറെ നേരം ഇരിക്കാൻ പറ്റൂല. അവിടെ ചെല്ലേണ്ട ദിക്ർ മാത്രമേ ചെല്ലാൻ പറ്റുള്ളൂ, മറ്റുള്ള ദിക്റുകൾ കൊണ്ടുവരാൻ പാടില്ല എന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകട്ടെ. പറഞ്ഞതിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണമെന്നുകൂടെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. കമന്റിൽ എഴുതി ചോദിച്ചാൽ മതി, ഞാൻ മറുപടി തരാം.